ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ ഗൺമാൻമാർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി. 2 ഗൺമാൻമാർ ഉൾപ്പെടെ കേസിൽ പ്രതികളായ 5 പേരും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. വേട്ടയാടപ്പെട്ടുവെന്ന് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ പറഞ്ഞു. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇടപെട്ടത് എന്നും അനിൽ കല്ലിയൂർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേർന്നു. അമൽ, ഈ വിവാദമുണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് വളർന്നതിന് ശേഷം അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ആദ്യമായിട്ടാണ്, ഈ വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. എപ്പോഴാണ് അവർ ഹാജരായത്? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ്, ഏകദേശം 9:40 കൂടിയാണ് ഈ അനിൽ കല്ലിയൂർ ഇവിടെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയത്. പ്രത്യേകിച്ചും കോടതിയുടെ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇന്നേ ദിവസം അന്വേഷണ സംഘത്തിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അനിൽ കല്ലിയൂർ അടക്കമുള്ള, അദ്ദേഹമാണ് ഇതിലെ മുഖ്യപ്രതി, അദ്ദേഹം അടക്കമുള്ള 5 പ്രതികളും ഇപ്പോൾ SITക്ക് മുമ്പാകെ ഹാജരായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും SITക്ക് ഈ കേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാണക്കേട് ചെറുതല്ല. പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി വാദം കേൾക്കുന്നതിനിടെ നടത്തിയ പല പരാമർശങ്ങളും SITക്കും പ്രോസിക്യൂഷനുമെതിരെ ശക്തമായിട്ടുള്ള ഒരു വിമർശനം കൂടിയായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി പ്രതികൾ എത്തിയിരിക്കുന്നത്. കുറേ നാൾ, അതായത് ജാമ്യമില്ലാ വകുപ്പ് 308 ചുമത്തിയതിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതികളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ടുണ്ട്. ഏതെല്ലാം അനിൽ കല്ലിയൂർ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ വലിയ രീതിയിലുള്ള വേട്ടയാടലിന് തങ്ങൾ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രിക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്, അതിനാൽ താങ്കൾ ഇടപെട്ടത് തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമാണ് എന്ന് അടക്കം അദ്ദേഹത്തിന്റെ വക്കീൽമാരടക്കം കോടതിയിൽ പറഞ്ഞതുമാണ്. അത് തുടർന്ന് തന്നെ പല മാനുവലുകളും, അതായത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുലർത്തേണ്ട ചട്ടങ്ങൾ പ്രതിപാദിക്കുന്ന മാനുവൽ കോടതി പരിശോധിക്കുകയൊക്കെ ചെയ്തതാണ്. അതിൽ ഈ വാഹനത്തോടൊപ്പമല്ല, ഇങ്ങനെയൊരു പ്രശ്നം നടന്നാൽ വാഹനത്തിൽ തന്നെ ഇരിക്കണം എന്ന് എവിടെയും പറയുന്നില്ല. ഇതെല്ലാം ഈ മുൻകൂർ ജാമ്യം നൽകുന്നതിനുള്ള ഒരു കാരണവുമായതാണ്. മറ്റൊന്ന്, SIT സംബന്ധിച്ചിടത്തോളം ഇന്ന് പരിശോധിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SITയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ലാത്തി ഉപയോഗിച്ചല്ല AD തോമസിനെയും, അതായത് ഇപ്പോഴത്തെ ആലപ്പുഴ MLA AD തോമസിനെയും അജയ് ജുവൽ മാനുവലിനെയും, ഇവർ രണ്ടുപേരുമാണ് ഈ കേസിലെ പരാതിക്കാർ. ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും അടക്കം വലിയ രീതിയിൽ പ്രചരിക്കുകയും സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കിട വെച്ചതുമാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധം അല്ലെങ്കിൽ ലാത്തിക്ക് സമാനമായ ആയുധമെന്നാണ് കോടതിയിൽ സമർത്ഥിക്കുവാൻ ഇരുഭാഗങ്ങളും ശ്രമിച്ചത്. പക്ഷേ ഈ ലാത്തി തന്നെയാണ് എന്ന് പ്രതിഭാഗം ഉറച്ചു പറയുമ്പോഴും അത് ലാത്തിയല്ലെന്നും ലാത്തിയേക്കാൾ നീളമുള്ള മറ്റൊരു വടിയാണ് എന്നും അത് എവിടെ നിന്ന് ലഭിച്ചുവെന്നും അത് സറണ്ടർ ആക്കിയിട്ടില്ല എന്നുമുള്ളതായിരുന്നു വാദിഭാഗത്തിന്റെ ഇന്നലെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ആവശ്യം. അത് തന്നെയായിരുന്നു SITയുടെയും പ്രോസിക്യൂഷന്റെയും ആവശ്യം. അപ്പോൾ ഈ വടി എവിടെയാണ് എന്ന് കണ്ടെത്താൻ SIT ശ്രമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ഇവരുടെ ചോദ്യം ചെയ്യലിന് തീരുന്നതിനനുസരിച്ചായി അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് വിട്ടയക്കും എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ആൾജാമ്യവും ഈടും അടക്കം വാങ്ങിക്കൊണ്ട് ഈ ജാമ്യത്തിൽ വിടുക എന്നൊരു രീതിയിലേക്ക് ഇനി അന്വേഷണ സംഘത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. ആവശ്യമെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിൽ വെക്കാം എന്നൊരു പരാമർശവും ഇന്നലത്തെ വിധിപ്പകർപ്പിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രതികളെല്ലാം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറുമ്പോൾ പ്രത്യേകിച്ചും നീതിയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളുടെയും എല്ലാം ഒരു തുലനത്തിൽ നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം പോകേണ്ടത് എന്നുള്ള പരാമർശമടക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശമടക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് നമ്മൾ കണ്ടതുമാണ്. കഴിഞ്ഞ പ്രാവശ്യം കോടതിയെ സമീപിച്ചപ്പോൾ SITക്ക് പറ്റിയ ചില തന്ത്രപരമായ പാളിച്ചകളുണ്ട്. ആ പാളിച്ചകളും പോരായ്മകളും എല്ലാം പരിഹരിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കും SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നിരുന്നു കൊണ്ടായിരിക്കും പ്രതികളെ ചോദ്യം ചെയ്യുക, ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. പ്രത്യേകിച്ചും അന്നത്തെ വാഹനം പോയതിന് ശേഷമുള്ള, അതായത് 600 മീറ്ററോളം മുഖ്യമന്ത്രിയുടെ വാഹനം, ആ ഒരു ബസ് കടന്നു പോയതിനു ശേഷമാണ് ഈ മർദ്ദനം നടന്നത് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി അടക്കം വെളിപ്പെടുത്തുവാനുള്ള തരത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സനീഷ്, ശരി, നന്ദി അമൽ. വിവരങ്ങൾക്ക് എന്തായാലും അവർ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരായിട്ടുണ്ട്.